വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാട്ടോ ഇന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റൈറ്റാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതുപോലത്തെ ചെറുപഴമാണ് കേട്ടോ. ഞാനിവിടെ തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. പിന്നെ അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് റവ, നമ്മൾ മൈദ എടുക്കുന്നതിൻ്റെ പകുതി റവ എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി, 1/4 ടീസ്പൂണ് ഉപ്പ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 നുള്ള ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവരുത്. ഒരു തിക്കായിട്ടുള്ള ബാറ്റർ ആയിട്ടാട്ടോ നമുക്കിത് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ നമുക്ക് വേണ്ടത്. ഇത്രയും തിക്നെസ് വേണേ. ഇനി ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറുത്ത എള്ളുണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു സംഭവം ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ കടിക്കുന്ന സമയത്ത്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലാക്കുക. പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കവർ കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ രീതിയിലാക്കി എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ നല്ല ഒരു സ്റ്റിക്കി രീതിയിൽ നീളത്തിലാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. സംഭവം ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അടിപൊളിയായിട്ടാണ്. അപ്പോൾ ചെറുപഴമൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ മാവ് ഒരുപാട് ലൂസായി പോയാൽ ഇതുപോലെ നമുക്കിങ്ങനെ സ്ക്യൂസ് ചെയ്യാൻ കഴിയൂല കേട്ടോ. ഇതുപോലെ കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ കിട്ടൂല. അപ്പം നിങ്ങൾ മാവ് ഒരുപാട് ലൂസ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മളിതിൽ നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരുവിയതൊക്കെ ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്